Where is your eye? Where is your nose? രേവതിക്ക് ടീച്ചർ വിളിച്ച് കൊണ്ടുപോയി. അവൾ ഉറങ്ങാൻ കിടന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഡയമണ്ട് കപ്പിൾസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്കിപ്പോൾ 9 മാസമായി. അപ്പം നമ്മുടെ 9th മന്തിലെ ഒരു കുഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് കിട്ടാം. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. രാവിലെ കുറച്ച് വൈകി ഉറങ്ങിയപ്പോൾ 2 മണിയായി. എണീറ്റത് 8 മണിക്കാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി. കുഞ്ഞാ അംഗൻവാടി പോവാ. ഞാൻ അവളെ അംഗൻവാടി വിടാൻ കുറച്ച് വിട്ടുന്നുണ്ടായിരുന്നു നേരത്തെ. പിന്നെ അനിയത്തിയുടെ കല്യാണമായി ഞങ്ങൾ വീട്ടിലൊക്കെ പോയി നിൽക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു, 1 മാസം. അപ്പം ഞാൻ മാർച്ച് തൊട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു. അപ്പം ഇന്നോട്ട് അവൾ അംഗൻവാടി പോവാണ്. അപ്പം ഞാൻ രാവിലെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി ഞാനും അവളും കഴിച്ച് അവളെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി അംഗൻവാടി വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നൊരു കുട്ടി വ്ളോഗാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോക്ക് പോവാം. കുഞ്ഞെ എല്ലാവർക്കും ഒരു ഹായ് പറയൂ. എവിടെ പോവാണ് നമ്മൾ? എവിടെയാ പോണേ കുഞ്ഞ്? എവിടെയാ പോണേ? അംഗൻവാടിയിലാ പോവാ? അംഗൻവാടി പോയി കളിക്കണ്ട? എത്ര നാളായില്ലേ? കുളിച്ച് റെഡിയായി മുടിയൊക്കെ കെട്ടിയിരിക്കുകയാണ്. 10:30 അവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ 10 മണിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. എനിക്ക് വന്നിട്ട് വേണം ഇവിടെയൊക്കെ എല്ലാം ചെയ്യാൻ കണ്ടാക്കാൻ. ഒക്കെ ഇതാക്കി അലമ്പായി കിടക്കുകയാണ് ആകെ ഫുള്ള്. അപ്പോൾ ഇവളെ ഇനി വിട്ട് വന്നിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്യാമെന്ന്. പോവാ? ഓക്കേ. ആയിട് ഷൂട് ആയിട്ടോളൂ. ഓക്കെ പോവാം. കണ്ടപ്പോഴാണ് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാ ടീച്ചറിയുടെ ഫോണ്. കുഞ്ഞാ ടാറ്റാ, നമ്മൾ പോയിട്ട് വരാം കേട്ടോ. ഹലോ. അപ്പം നമ്മൾ അവളെ കൊണ്ടാക്കിയിട്ട് വന്നു. എനിക്ക് കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ എന്തോ ഭയങ്കര ഒരു വിഷമം. കാരണം ഇത്രയും ദിവസം കൂടി ഇരുന്നിട്ട് ഇന്നവൾ പോയപ്പോൾ എനിക്ക് എന്തോ പോലെ. പക്ഷെ കുഴപ്പമില്ല, അവൾ മാറി നിൽക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ അംഗൻവാടി പോയി ഇരിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചു കുറേ നാളായില്ലേ പോയിട്ട്, അപ്പോൾ അവൾ കരയായിരിക്കുന്നു. പക്ഷെ തിരിച്ചു തരാൻ നേരത്തെ എനിക്ക് ടാറ്റയൊക്കെ തന്നു. ഓക്കെ അനു എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്നു. പിന്നെ അവിടം വരെ അവൾ നടന്നു കേട്ടോ. എന്നെക്കൊണ്ട് എടുപ്പിച്ചിട്ടേ ഇല്ല. അംഗനവാടി വരെ ആൾ നടന്നു. അപ്പോൾ ടീച്ചറും പറഞ്ഞു ഉച്ചയ്ക്ക് വന്ന് ഞാൻ സാധാരണ ഉച്ചയ്ക്ക് പോയി കൊണ്ടുവരാറുണ്ട്. അപ്പം ടീച്ചർ പറഞ്ഞു ഉച്ചയ്ക്ക് വന്ന് കൊണ്ടുപോകണ്ട, കരയുകയാണെങ്കിലോ എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയാണെങ്കിലോ വിളിക്കാം, അപ്പോൾ വന്ന് കൊണ്ടുപോയാൽ മതിയെന്ന്. എനിക്ക് അത്ര ദൂരം നടന്നിട്ട് ഭയങ്കര കിതപ്പ്. ഇപ്പോൾ 9 മാസമായി. ഇന്നേക്ക് 9 മാസം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. 36 ആഴ്ചയായി. അപ്പോൾ ഇനി ശനിയാഴ്ച ചെക്കപ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി എനിക്ക് വേണം ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഉച്ചയ്ക്ക് ചോറും കറിയും എല്ലാം വെക്കണം. അപ്പോൾ വന്ന ക്ഷീണത്തിൽ ഞാൻ 5 മിനിറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചു. എന്നിട്ട് ഓരോ പണികൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇന്ന് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെയാണ്. എനിക്കെന്തോ അവളെ കൊണ്ടുവിട്ടിരുന്നപ്പോൾ മനസ്സിനൊരു ഇതുവരെ ഞാനങ്ങനെ അവളെ പിരിഞ്ഞിരുന്നുണ്ട്. പക്ഷെ കുറേ നാളായി ഇപ്പം എൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ അവളെ ഇരുത്തിയിട്ടൊന്നും പോവാറില്ല. എവിടെ പോവുകയാണെങ്കിലും ഞാൻ അവളെയും കൊണ്ടാണ് പോവാറ്. അവൾ എന്നെ വിട്ടിരുന്നിട്ട് കുറേ ആയി. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, ശരിയാവും. 2-3 ദിവസം അടുപ്പിച്ച് പോകാൻ തുടങ്ങുമ്പോൾ ശരിയാവും. പിന്നെ നല്ലൊരു കാര്യമാണ് അവൾ പോയിരിക്കുകയാണെങ്കിൽ എനിക്കും അത് കുറച്ച് ആശ്വാസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഒരു 5 മിനിറ്റ് ഞാൻ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ആദ്യം കിച്ചണിൽ കയറി നമുക്ക് കിച്ചണിലെ പണിയൊക്കെ തീർത്തിട്ടാണ് അടിച്ചു വാരലും പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. കഞ്ഞിക്ക് അരിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. തുണി അലക്കണം, അടിച്ചു വാരണം, ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം.
അതൊക്കെയാണ് പണി. അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് ഞാൻ ഇരുന്നിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ഇരുന്നിട്ട് ഞാൻ കിച്ചണിൽ കയറിട്ടോ. ഇത് ഞാൻ കുറച്ച് സ്പീഡ് മോഷൻ ഇട്ടിട്ട് വോയിസ് ഓവർ കൊടുക്കുക, അല്ലെങ്കിൽ പാത്രം മുട്ടണത് അങ്ങനത്തെ സൗണ്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോർമലി ഇങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ല, അവളുണ്ടെങ്കിലും അവളുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ അടുക്കളയിൽ നിൽക്കും. എന്നിട്ട് ഞങ്ങൾ അവളെന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവളെ വെച്ചാൽ ചെയ്യാറ്. ഇപ്പോൾ അവൾ അംഗൻവാടി പോയതുകൊണ്ട് ഞാൻ എന്താ പറയുക, തന്നെ നമുക്ക് പെട്ടെന്ന് എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്താൽ അത്യാവശ്യം ഇങ്ങനെ സ്പീഡ് മോഷൻ കാണിക്കല്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എനിക്ക് കിച്ചണിൽ കയറിയാൽ പെട്ടെന്ന് എനിക്ക് അധികം സമയം വേണ്ട. ഞാൻ വേഗം ഓരോ കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ അടുപ്പിച്ച് ചെയ്യും. അപ്പം പെട്ടെന്ന് എൻ്റെ പണികളും തീരും. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ വേറെ ആരും വന്ന് കിച്ചൺ ഹാൻഡിൽ ചെയ്യണതോ, ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറെ ആരും വന്ന് ചെയ്യണത് എനിക്കിഷ്ടമല്ല. പാത്രം കഴുകാനായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം തന്നെ കഞ്ഞി വെക്കണം, പാത്രമൊക്കെ കഴുകി അരിയൊക്കെ കഴുകി കഞ്ഞി ആദ്യം വെക്കാമെന്ന് വെച്ചു. കറിക്കുള്ളത് അപ്പുറത്ത് ഞാൻ അടുപ്പത്തും വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മൊത്തം അലങ്കാരമായി കിടക്കുമായിരുന്നു. നോർമലി പിന്നെ 9 മാസമായതിൻ്റെ കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഉണ്ട്. എന്താ പറയുക, അപ്പുറത്ത് ഞാൻ പയറാണെന്ന് തോന്നുന്നു കറി വെച്ചിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം വീഡിയോ എടുത്തിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ ഇടുന്നത്. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ചില സമയത്തൊക്കെ നമുക്ക് പണി ചെയ്യാൻ ഭയങ്കര മൂടായിരിക്കും. പിന്നെ ഈ പ്രഗ്നൻസിയുടെ ഒരു ഇതുള്ളതുകൊണ്ട് ചില സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും. ഒന്ന് കിടന്നാൽ മതി എന്നായിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ പണി ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും അയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് കിടന്നാൽ മതി, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ദിവസം മൊത്തം ഇങ്ങനെ കിടക്കണം എന്നുള്ളൊരു ഫീലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇപ്രാവശ്യത്തെ പ്രഗ്നൻസി ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. എനിക്ക് ഭയങ്കര മെൻ്റലി ഫിസിക്കലി ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെസ്സും അതേപോലെ മൊത്തമായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ മൊത്തം കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് കറി വെക്കാമെന്ന് വെച്ചിട്ട് കറിക്കുള്ളതൊക്കെ പയറാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ എന്തോ കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ, അത് ഞാൻ ചൂടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ പച്ചപ്പയർ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എനിക്കും ഏട്ടനും പച്ചപ്പയർ. ഏട്ടന് ഞാൻ പച്ചപ്പയർ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവർ വയ്ക്കുന്നത് ഞാൻ വയ്ക്കുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇടിച്ച് കാച്ചി മറ്റേ വറ്റൽമുളകൊക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മെഴുക്ക് വരട്ടി തേങ്ങ ഇല്ലാണ്ട് അങ്ങനെയാണ് വയ്ക്കുക. അപ്പോൾ ഏട്ടനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്നാൽ കുറേ ദിവസമായി പയർ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അപ്പോൾ പിന്നെ പയർ കറി ഉണ്ടാക്കിയാന്ന് വെച്ചിട്ട് പയർ കറിക്കുള്ളതൊക്കെ ഇങ്ങനെ അരിയായിരുന്നു കേട്ടോ. ഒരുപാട് പണിയുണ്ടായിരുന്നു. കാരണം സാധാരണ ഞാൻ ചില ദിവസങ്ങളിൽ തലേദിവസം തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് കിടക്കും. പിറ്റേ ദിവസം എണീക്കുമ്പോൾ അപ്പം നമുക്ക് കിച്ചണിൽ കയറി ചോറും കറിയും വെച്ച് അടിച്ച് വരിക മാത്രം മതി. തലേദിവസം അടിച്ച് വരിക രാവിലെ അടിച്ച് വരണമല്ലോ, അപ്പം അങ്ങനെ മാത്രം മതി. പക്ഷെ ഇന്നലെ ഒന്നും ചെയ്യാണ്ടാണ് കിടന്നത്, ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാണ്ടായിരുന്നു കിടന്നത്. അപ്പോൾ പിന്നെ രാവിലെ എനിക്കിപ്പോൾ നിറയെ പണിയുണ്ടായിരുന്നു. പിന്നെ അവളെയും കൂടെ അംഗനവാടിയിൽ വിട്ടത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അങ്ങനെ പയറിനിങ്ങനെ അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ചില സമയത്ത് നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എനിക്ക് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പെട്ടെന്ന് നമുക്കൊരു സൂര്യോദയം അല്ലെങ്കിൽ ഒരു മൂഡ് തോന്നുമ്പോൾ നമ്മളങ്ങ് കയറി എല്ലാം ചെയ്യും. പിന്നെ വേറെ നിവൃത്തിയില്ല. ഏട്ടനും ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാലും അവസാന സമയമായപ്പോഴത്തേക്കും ഏട്ടനും നല്ല തിരക്കാണ്, വർക്കിൻ്റെ നല്ല പ്രഷറും അതേപോലെ നല്ല തിരക്കാണ്. അപ്പോൾ കൂടെ നിൽക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പം ഞാനും അത് മനസ്സിലാക്കാനുള്ളൂ. കാരണം ആളും നമുക്ക് വേണ്ടിയിട്ടല്ലേ. പ്രഗ്നൻസി നമുക്ക് സിസേറിയനും കൂടെ ആയതുകൊണ്ട് നല്ല ചിലവാണ് ഇപ്രാവശ്യം. അപ്പോൾ അതൊക്കെ നമ്മളും മനസ്സിലാക്കി നമ്മളും കൂടെ നിൽക്കണമല്ലോ. അങ്ങനെയാണ് ഇത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ വീട്ടിലെ താത്ത എനിക്ക് കുറച്ച് മാങ്ങ കൊണ്ടു തന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പച്ച മാങ്ങ കൊണ്ടു തന്ന്, പക്ഷെ കുറച്ച് തിന്നു, പിന്നെ കുറച്ചത് പഴുത്തായിരുന്നു. അപ്പോൾ കുറേ 2-3 ഞാൻ പഴുപ്പിക്കണ പോലെ വെച്ചപ്പം ഞാൻ പഴുത്തതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കുറച്ച് പുളിയായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിൽ കൂടെ എൻ്റെ മാങ്ങതീറ്റയും നടക്കും, സൈഡിൽ കൂടെ പയറും അരിയും രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുക. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കണ്ടേ പറഞ്ഞിട്ട്. ഈ സീസണിൽ അങ്ങനെ മാങ്ങയെ കിട്ടിയിട്ടില്ല. താത്തയായിരുന്നു എനിക്ക് ആദ്യം കൊണ്ട് മാങ്ങ തന്നത് കേട്ടോ. പിന്നെ ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ കഴിഞ്ഞ് പിന്നെ ചട്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ കറി വയ്ക്കാൻ തുടങ്ങി കേട്ടോ. എണ്ണ ഒഴിച്ച് ഇത് ഞാൻ എങ്ങനെ വെക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും പോട്ടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഇടിക്കും. അതായത് ഇടിക്കല്ലി വെച്ചിട്ട് ഇടിച്ചതിന് ശേഷം അതിൽ കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പച്ചപ്പയറും സവാളയും കൂടെ നമ്മളിടും.
എന്നിട്ട് മുകളിൽ കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കില്ല, നമ്മൾ സിമ്മിൽ വെച്ചിട്ട് അത് വഴറ്റിയെടുക്കുക. അങ്ങനെയാണ് വെക്കുക. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വെക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ധൃതിക്കാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് അംഗനവാടിയിൽ നിന്ന് കുറേ നാളായി അവൾ അംഗനവാടി പോവാതിരുന്നിട്ട് പോകുന്നതാണ്. അമ്മുൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നതിന് ശേഷം കുറേ നാൾക്ക് ശേഷം അവൾ പോകണത്. അപ്പോൾ എനിക്ക് ടീച്ചർ അപ്പം വിളിക്കും എന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രം കഴുകുമ്പോൾ നോർമലി അത് ഇടാറ് കേട്ടോ. പാത്രമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഇറിറ്റേഷൻ തോന്നി, ഞാനതൊക്കെ ഊരി വെച്ചു. പിന്നെ ടീച്ചർ അംഗനവാടി വിളിച്ചപ്പോഴത്തേക്കും ഞാൻ വേഗം അങ്ങോട്ട് പോവാം. 1 മണി ആയപ്പോഴത്തേക്ക് ടീച്ചർ വിളിച്ച് കൊണ്ടുപോയി. അവൾ ഉറങ്ങാൻ കിടന്നപ്പോൾ ആനു പറഞ്ഞ് കരഞ്ഞുട്ടാ. കാണാൻ തോന്നി ആനുവിനെ. എന്താ പഠിപ്പിച്ചു ടീച്ചർ? ടീച്ചർ എന്താ പഠിപ്പിച്ച്? ചേച്ചി അടിച്ചോ? എന്തിന് ചേച്ചി അടിച്ചോ കുഞ്ഞിന്? കളിച്ചോ കുഞ്ഞ്? കളിച്ചോ? എന്താ കളിച്ചേ? എന്താ കളിച്ച്? എന്ത് വെച്ചിട്ടാ കളിച്ചു? ടെഡി വെച്ച് കളിച്ചോ? അപ്പം ഞാൻ എന്തായാലും 1 മണിയായി വീട്ടിൽ കൊണ്ടുപോകാൻ. ഇനി വെയിലത്ത് നടക്കുമെന്നറിയില്ല, നടത്തി നോക്കട്ടെ. നടക്കൂ. എന്ത് പറ്റി? വന്നിരുന്ന തലമുടിയൊക്കെ അഴിക്കാൻ പറഞ്ഞു. അവൾക്ക് വെള്ളം വേണം, ഭയങ്കര ചൂടല്ലേ വെള്ളം. ഇതെന്താ ഇതെന്താ ഇതെന്താ? ഹായ് ലഡുവോ? കുഞ്ഞ് കഴിച്ചില്ല ലഡു? ലഡു കഴിച്ചില്ല? അവൾ ഉച്ച ഉറങ്ങാറായപ്പോൾ അവൾക്ക് ഉറങ്ങാൻ ഞാൻ വേണം. അപ്പോൾ ഉറങ്ങാറായപ്പോൾ എന്നെ പേര് വിളിച്ച് കരഞ്ഞു. അവൾക്ക് ഒന്നാമത്തെ കാര്യം ഈ ബെഡ്ഷീറ്റൊന്നും വിളിക്കണത് ഇഷ്ടമല്ല കേട്ടോ. വിരിച്ച ബെഡ്ഷീറ്റൊക്കെ അവൾ ഇതാക്കി. താങ്ക് യു വെൽക്കം. അപ്പം ഞാൻ വിളിച്ചിട്ട് വന്നു. ചുമ്പാരി നമുക്കിനി ഒങ്ങൻ തരാം. ഒങ്ങാല്ലേ? ആനിൻ്റെ ചക്കരപ്പെണ്ണാരാ? ആനിൻ്റെ ചക്കരപ്പെണ്ണാരാ? അഗേയാ. കുഞ്ഞിൻ്റെ പേരെന്താ? ആത്മേ ബേബി എന്നാണോ? കുഞ്ഞാ വേർ ഈസ് യുവർ ഹെഡ്? വേർ ഈസ് യുവർ ഹെഡ് കുഞ്ഞാ? വേർ ഈസ് യുവർ ഹെഡ്? വേർ ഈസ് യുവർ ഐ? വേർ ഈസ് യുവർ നോസ്? നോസ് എവിടെ? കാണിക്ക്, തൊട്ട് കാണിക്ക്. വേർ ഈസ് യുവർ ഇയർ? വേർ ഈസ് യുവർ ലിപ്പ്? ലിപ്പ് എവിടെ? ലിപ്പ് എവിടെ? ലിപ്പ്. വേർ ഈസ് യുവർ ടങ്? വേർ ഈസ് യുവർ ടീത്ത്? ടീത്ത് എവിടെ? ഈയാണാ? വേർ ഈസ് യുവർ സ്റ്റൊമക്ക്? വേർ ഈസ് യുവർ സ്റ്റൊമക്ക്. വേർ ഈസ് യുവർ ഹാൻഡ്? വേർ ഈസ് യുവർ ലെഗ്? വേർ ഈസ് യുവർ ഫിംഗേഴ്സ്? ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. നമുക്ക് ലഡു തിന്നിട്ട് ഉറങ്ങാം അല്ലേ? കഞ്ഞി കുടിച്ചാ അംഗൻവാടിയിൽ നിന്ന്? ചെറുപയർ കഞ്ഞി കുടിച്ചാ? ഓക്കെ, നമുക്ക് ഉറങ്ങാം അല്ലേ? അപ്പം ഞാൻ ഇനി ഇവളെ ഉറക്കിയിട്ട് ബാക്കി പണികൾ ചെയ്യാൻ. എനിക്കൊന്ന് കുറച്ച് പരിപാടിയുള്ളൂ, അതും കൂടെ ചെയ്യാം. ഇവളെ ഉറക്കിയിട്ട് ഞാൻ ഇനി ചോറ് ഉണ്ണാൻ വിചാരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനും അവളും കൂടെ തുടങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ടീച്ചർ വിളിച്ചത്. അവൾ പിള്ളേരുടെ ഉറക്കം വരുമ്പോഴത്തേക്കും അവൾ ചെറുതായി കരയുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം പോയി കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടിയാണ് പണികളും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ഞങ്ങൾ ആദ്യം ബെഡൊക്കെ ഒന്ന്, എനിക്ക് ഇത് ശരിക്കും വൃത്തിക്കൊന്നും വിരിച്ചിട്ടില്ല, കാരണം എനിക്കത് കയറുന്നൊന്നും വിരിക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. അപ്പം ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് താഴെ നമ്മൾ ബെഡിട്ടുണ്ട്. കാരണം ഏട്ടൻ താഴെയാണ് കിടക്കുന്നത്, ഞാനും കുഞ്ഞും കേട്ടോ മേളിൽ കിടക്കുന്നത്. ഏട്ടന് ആ ബെഡിൽ കിടന്നിട്ട് നടുവേദനയാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ താഴെയാണ് കിടക്കുന്നത്. ഏട്ടന് മുകളിൽ കിടന്നിട്ട് നടുവേദനയാന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ അപ്പുറത്തെ റൂമിലെ കട്ടിലിലെ ബെഡെടുത്ത് താഴെ കൊണ്ട് ബെഡ് മാത്രമായിട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അവളും എൻ്റെ ഇപ്പം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ അടിച്ചും വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾ ക്യാമറയൊക്കെ പോയി തട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഴ്ചയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അവൾ വണ്ടി എടുത്തിട്ട് വന്നിട്ട് കാണിക്കുന്ന അക്രമങ്ങളാണത്. അതിൻ്റെ ഇടയ്ക്ക് ആ വണ്ടി എടുത്ത് 2-3 പ്രാവശ്യം പോകുമ്പോഴത്തേക്കും നനയുമ്പോഴത്തേക്കും അവിടെ വീട്. രണ്ടാമത് വീണപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി മാറ്റി വെക്ക് കുഞ്ഞാ, ഇനി വീഴാതെ കളിക്കുക സംസാരിക്കുകയായിരുന്നു. അവൾ പിന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളൂ കേട്ടോ. നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണെങ്കിലും ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. നമ്മളവിടുത്തെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നാൽ മതി. പിന്നെ റൂം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാളിലേക്ക് വന്നു. അപ്പം ഞാൻ ഹാളടിച്ചുകൊണ്ട് കുടിക്കുമ്പോൾ അവൾക്ക് ഷൂ ഇടണം. അവൾക്ക്
2-3-4 ഷൂ ഉണ്ട്. അപ്പോൾ മാറി മാറി ഷൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവളെ ആയിരിക്കുന്ന ടോയ് ഏട്ടൻ മേടിച്ചു കൊടുത്താട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ടയിലിരുന്ന ആൾ ഷൂ ഒക്കെ ഇടുന്നു. ഞാനപ്പോഴത്തേക്കും എന്നാൽ അവൾ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് മെല്ലെ ഓരോന്ന് ചെയ്യാമല്ലോ പറഞ്ഞിട്ട് ചെയ്യണം. പിന്നെ വലിയ അവളെ കൊണ്ട് എനിക്ക് വലിയ വഴക്കോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും കേട്ടോ. ചില നേരത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു വാശി ദേഷ്യം, അതല്ലാതെ അവളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവളത് മനസ്സിലാക്കി എങ്ങും നിൽക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളെ കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എൻ്റെ അമ്മയൊക്കെ വരുമ്പോഴാണ് അവൾക്ക് വാശി. കാരണം അമ്മ ഇവളുടെ എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും നിൽക്കുന്നതുകൊണ്ട് അമ്മയുടെ അടുത്ത് എല്ലാം നടക്കും. ഇവളൊന്ന് കരയുമ്പോഴത്തേക്കും അമ്മ ഓടി വരുന്നതുകൊണ്ട് പൊതുവേ അമ്മമ്മമാരുടെ അടുത്ത് കൊച്ചു പിള്ളേരുടെ എല്ലാ സംഭവവും നടക്കുമല്ലോ. എൻ്റെ അടുത്ത് ഒറ്റയ്ക്കാണെങ്കിൽ അവൾക്ക് അറിയാം എൻ്റെ അടുത്തൊന്നും നടക്കില്ല എന്ന്. അങ്ങനെ ഞാൻ മെല്ലെ കുറച്ച് മാങ്ങ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചായിരുന്നല്ലോ, അതൊക്കെ കൊണ്ട് വെച്ച് അവിടേക്ക് ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാരി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവളും എനിക്ക് അവൾ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ, അവളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളെടുത്ത ഷൂ ഒക്കെ കൊണ്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതാത് സ്ഥലങ്ങളിൽ വെക്കും. ഭക്ഷണം കഴിച്ചാലും പാത്രമൊക്കെ വാഷ് ബേസിനിൽ കൊണ്ടിടും. അങ്ങനെ നല്ല കുട്ടിയാണ്. അപ്പോൾ ഞാനിത് ഒതുക്കണതുകൊണ്ട് അവൾ ചൂലെടുത്ത് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൾ അടിച്ചു വരും കേട്ടോ. ആ ചൂല് ഒന്നാമത് അവൾക്ക് എടുത്താൽ പൊങ്ങില്ല, എന്നാലും അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ചോറ് എടുത്ത് കൊണ്ടുവന്നു. അംഗനവാടിയിൽ നിന്ന് കഴിച്ചാണ്. അവൾ ഉറങ്ങും വിചാരിച്ച് ഉറങ്ങിയില്ല. സാധാരണ ഉച്ചയ്ക്കൊരു ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചോറെടുത്തിട്ട് വന്നു. ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ പയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് കഞ്ഞിയായിട്ട് കുടിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പിന്നെ തന്നെ കഴിക്കണം, നമ്മളൊന്നും വാരി കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവളെ അവിടെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ട് കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എന്നാൽ മടക്കി വെക്കാൻ കയ്യോടെ മടക്കി വെച്ച കാര്യം തീർന്നല്ലോ പറഞ്ഞിട്ട് ഇരിക്കണം. അവൾക്ക് പൊതുവേ അങ്ങനെയാണ്, അവളുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് തന്നെ ചെയ്യണം എന്നാണ്. ചെരുപ്പിടുന്നതാണെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവൾക്ക് തന്നെ ചെയ്യുന്നതിനോടാണ് ഇഷ്ടം. അപ്പോൾ എനിക്കും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നി. നമുക്കും അധികം ബുദ്ധിമുട്ടില്ല, അവളെ ഇരുത്തി വാരി കൊടുത്ത് നടന്ന് വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതൊക്കെ എനിക്ക് നല്ലൊരു കംഫർട്ടാണത്. അപ്പോൾ അവൾ കഴിക്കുമ്പോൾ സമയം കൊണ്ട് ഞാൻ ഓരോ തുണികളൊക്കെ മടക്കി, ഒന്നാമത് അലമാരിൽ തുണികളൊന്നും കറക്റ്റ് അല്ല കേട്ടോ. അതാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇളകി വരുന്നത്. തുണികളൊന്നും ശരിക്കും മടക്കി വെച്ചിട്ടില്ല. ഇനി അതൊക്കെ വേണം ഒന്ന് മടക്കിയൊക്കെ വെക്കാം. അങ്ങനെ അവൾ കഴിച്ചു. ഈ ചിരി എന്താണെന്ന് വെച്ചാൽ അവളുടെ അപ്പം വന്നതാണ് കേട്ടോ. നീ അംഗനവാടി പോയാ? അംഗനവാടിത്തൊക്കെ പോയി. വർക്കുണ്ട് വേഗം. ചോറിനാമ്പാ. അപ്പോൾ അവൾക്ക് ചോറ് കൊടുത്തു. അപ്പം ഞാൻ പയറും ചിക്കനുമാണ് കേട്ടോ കറി. പിന്നെ ഞാൻ കുറച്ച് മാങ്ങ നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ചിട്ട് എനിക്ക് കുളിക്കണം. പിന്നെ കുറച്ച് പ്രമോഷൻ വീഡിയോ ചെയ്യാനുണ്ട്. മകൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇത് ഞാൻ അടുക്കളയിൽ ഇപ്പോൾ പെരുമാറിയതിൻ്റെ ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു അപ്പിയിടലൊക്കെ കഴിഞ്ഞ് അപ്പി കഴുകിച്ച് അങ്ങനെ നടക്കുകയാണ്. ഇത് ഇതൊക്കെ ഫുൾ അവൾ വരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം അവൾ കളിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യിപ്പിക്കും, പിന്നെ ഞാൻ എല്ലാം എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കും. അവൾക്കും അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തല കഴുകിയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചുമ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഡോക്ടർ എന്നോട് തല കഴുകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുളി കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫിൽ അതും കൂടെ നിങ്ങൾ കാണിക്കുക. അതെനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫറിന് കിട്ടിയതാട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കിതിന് കൂപ്പൺ കോഡ് കൊടുക്കും, 1 രൂപയ്ക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ 199 രൂപയാണ്. അതൊരു സിനോറ പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് തോന്നുന്നു. ആ ബ്രാൻഡിൻ്റെ ഫേസ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും കുളി കഴിയുമ്പോൾ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് നല്ലതാണ്. അതിൻ്റെ തന്നെ ബോഡി ലോഷനാണ് കേട്ടോ. കഴിയാറായി ചെറിയൊരു പാക്കറ്റായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ കിട്ടണത് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഒരു ബോഡി ലോഷനും ഒരു ഫേസ് ക്രീമും മാത്രം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ലിപ് ബാം ഇതൊക്കെയുണ്ട്, കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ, ചുണ്ടൊക്കെ വരണ്ട് പൊട്ടി പണ്ടാരം അടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയ ലിപ് ബാമും മാമർത്താണ്. പിന്നെ ഈ സിനോറയുടെ തന്നെയാണ് ഫേസ് വാഷും സോപ്പും ഫേസ് ക്രീമും ബോഡി ലോഷനും ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തേച്ച് മേലൊക്കെ കഴുകി, തല ഞാൻ 3-4 ദിവസം കൂടുമ്പോഴേ കഴുകുകയുള്ളൂ. എനിക്ക് ഭയങ്കര ചുമയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് സിസേറിയനും കൂടെയാണ്, ടൈം ആകുമ്പോഴത്തേക്കും ഒരു ഇൻഫെക്ഷനോ അങ്ങനെയൊന്നും വരുത്തരുതെന്ന് പറഞ്ഞതുകൊണ്ട് തല ഒരു 3-4 ദിവസം കൂടുമ്പോഴൊക്കെയാണ് കഴുകാറുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴുകാതെ ഇരിക്കുമ്പോഴും, എന്നാലും വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് തന്നെ ചെയ്യും കേട്ടോ. ഏകദേശം സമയം നല്ല ഇരുട്ടായി, എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല സമയം വൈകിയിരുന്നു. ഇനിയിപ്പോൾ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ചോറും കറിയും ഒക്കെ വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ പണികളൊന്നുമില്ല. ലിപ് ബാം അപ്ലൈ ചെയ്യാൻ കേട്ടോ ഞാൻ. എല്ലാവരും തേക്കും, പിന്നെ എന്തിനാ രാത്രിയിൽ ഈ ലിപ് ബാമൊക്കെ തേക്കുന്നത്, പക്ഷേ ചുണ്ട് പൊട്ടിയിട്ട് വേദനയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അത്രയൊക്കെ ഉള്ള. ഇനിയിപ്പോൾ ഞങ്ങൾ നോർമലി എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കും, വളരെ കാലാവസ്ഥ പരിപാടി ചെയ്യും. 10 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് 10 മണിക്ക് കിടക്കും കേട്ടോ. പിന്നെ ഏട്ടൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. 10 മണിക്ക് ഞങ്ങൾ കിടക്കും, കാരണം അപ്പം കിടന്നാലും ഇവിടെ ഒരു 11-11:30 ആകുമ്പോഴത്തേങ്കിലും ഉറങ്ങുള്ളൂ. ഇന്ന് ചിലപ്പോൾ നേരത്തെ ഉറങ്ങും, കാരണം രാവിലെ ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഇവിടെ കിടന്ന് കളിക്കും. പിന്നെ കുറച്ചൊക്കെ വോയിസ് ഓവർ ഇട്ടിരിക്കുന്നത്, തന്നെ വീഡിയോ എടുത്തോണ്ട് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ റാൻമി ജോസഫ്. ടാറ്റാ.